അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ഉസ്താദുമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്ക വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, ചരിത്രങ്ങൾ, തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ, ഫിഖ്ഹിയായ മസ്അലകൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദുമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന 5-8 പേര്, പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത്. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അല്ലെങ്കിൽ മതമായി പരിഗണിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. ഇത് നിരവധി സ്ഥലത്ത്, അതുപോലെ ലാ ഇക്രാഹ ഫിദ്ദീനി ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ദീനിൽ യാതൊരു നിർബന്ധിക്കലും ഇല്ല. സത്യം അസത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നന്മ തിന്മയിൽ നിന്ന്, വിവേകവും വിജ്ഞാനവും ഇരുട്ടിൽ നിന്ന് വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇഷ്ടമുള്ളവനിക്ക് പിടിക്കുക, അല്ലാത്തവന് വിട്ടേക്കേ എന്ന് ഇങ്ങനെ തുടങ്ങുന്ന നിരവധിയായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ചില ആളുകൾ ഖുർആൻ്റെ പരിഭാഷ മുഴുവനായി വായിച്ച് മനസ്സിലാക്കി. ഒരാൾ പറയുകയാണ്, ഞാൻ ഖുർആനിൻ്റെ പരിഭാഷ മൊത്തം വായിച്ച് മനസ്സിലാക്കി, അതിൽ കുറേ അന്യമത വിദ്വേഷവും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലണമെന്ന വചനങ്ങളും അത് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഇന്നലെ ഒരാൾ നമ്മുടെ ഖുർആനിൻ്റെ ഖുർആൻ സൂക്ഷിച്ച് ഓതണം, അതുപോലെ തന്നെ ഖുർആൻ്റെ മര്യാദകളൊക്കെ പറഞ്ഞൊരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് കണ്ടു. ഞാനത് നോക്കിയപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് പേര്, ഒരു തോമസ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ, അതും ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്. സ്വർഗത്തിനെ പറ്റി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിനെ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞിടത്തിൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ട് ഹൂറികളെ കിട്ടാനായിരിക്കും. അപ്പോൾ ഇവർക്ക് സാധാരണ ഇത്തരം കമൻറ്റുകൾക്കൊന്നും മറുപടി കൊടുക്കുക എന്നത് നമ്മുടെ തുടക്കത്തിലുള്ള ലക്ഷ്യമല്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരും കൂടി മതത്തിനെ പറ്റി അറിഞ്ഞു വെച്ചോട്ടെ എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ലോകത്ത് മുസ്ലിങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്
എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്നതിനെക്കുറിച്ച് തന്നെയാകണം ഇന്നത്തെ വീഡിയോ എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തത്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മുസ്ലിമായി ജനിച്ച ആളുകളുണ്ട്. അത് അവരുടെ പിതാവും അവരുടെ മാതാവും എല്ലാം തന്നെ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ബൈ ചാൻസായി ഇസ്ലാം സ്വീകരിക്കുന്നവർ. അവർക്ക് ഈ മതത്തിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല. കാരണം മദ്രസയിൽ നിന്ന് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള വിജ്ഞാനം മാത്രമേ അവർക്ക് ഇത് സംബന്ധം ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഇസ്ലാമിനെ പറ്റി ആഴത്തിൽ പഠിച്ച് ഇസ്ലാമിലേക്ക് വരുന്നവർ, ഈ രണ്ട് കൂട്ടരായാലും ഇസ്ലാമിൽ ഒരു വ്യക്തി എത്തുന്നതോടുകൂടി അത് ജന്മം കൊണ്ടായിക്കോട്ടെ, പിന്നെ ഈ പറഞ്ഞ പോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ടായിക്കോട്ടെ, ഈ രണ്ട് രൂപത്തിലേക്ക് ഇസ്ലാമിൽ വരുന്നവർക്കും കാണുന്നൊരു പ്രത്യേകതയുണ്ട്. എന്താ അത്? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വ കറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അതായത് അവർക്ക് ഈമാനിലേക്ക് അങ്ങ് കുടിപ്പിക്കപ്പെടും, അതുപോലെ തന്നെ കുഫറിന് അതിന് മാത്രം വെറുക്കപ്പെടും. കുഫറും തെമ്മാടിത്തരവും ദോഷങ്ങളെല്ലാം അങ്ങ് എന്ത് ചെയ്യും? വെറുക്കപ്പെടുകയും ഈമാൻ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നത് അള്ളാഹു നൽകുന്ന ഒരു മഹാഭാഗ്യമാണ്, വലിയൊരു ആവേശമാണ്. അതെല്ലാവർക്കും അള്ളാഹു കൊടുക്കൂല. ഞങ്ങൾ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു മുസ്ലിമായി ജനിച്ചു, അവൻ അങ്ങ് വളർന്നു വലുതായി, അവൻ മുസ്ലിമായി മരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന അള്ളാഹു അവൻ ശ്രമിച്ചുകൊണ്ട് നടക്കൂല. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഒരാൾ വിശ്വാസിയാകുന്നതോടുകൂടി അയാളെ സർവവും എല്ലാത്തിലും ഉപരി അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സ്നേഹിക്കാൻ ആദരിക്കാൻ ബാധ്യസ്ഥനായി തീരുന്നു. അതിൻ്റെ മുന്നിൽ അവന് മറ്റൊന്നില്ല, ഓപ്ഷനില്ല. അത് ക്രിസ്ത്യാനികളായ നിങ്ങൾ പ്രത്യേകിച്ച് അവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. എന്താ വ്യത്യാസം? ഈ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ സംഭവം പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വാസി ആരാന്ന് ചോദിച്ചാൽ ആരാ? ബൈബിൾ എഴുതിയ മത്തായിയാണ്. ഈ മത്തായിയാണ് ഈശോയ്ക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ഏറ്റവും അടുത്ത ശിഷ്യൻ മത്തായിയായി. അതുപോലെ തന്നെ മറ്റൊരു ശിഷ്യനാണ് യൂദാസ്. മനസ്സിലാക്കണം നിങ്ങൾ. ഈ മത്തായിയെ പറ്റി പെസഹ വ്യാഴം ദിവസത്തിൽ മത്തായിയുടെ സ്നേഹം കണ്ടപ്പോൾ യേശു പറഞ്ഞു എത്രേ, നേരം പുലരുമ്പോൾ കോഴി കൂവുന്നതിൻ്റെ മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. ആര് തള്ളിപ്പറയും? ഈ ഏറ്റവും അടുത്ത ശിഷ്യനായ ഈ മത്തായി തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞു. അപ്പം എന്തായി? മത്തായി പറഞ്ഞു, ഒരിക്കലും ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഈ ശത്രുക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ മത്തായിയോട് ചോദിച്ചു, നീ കണ്ടോ അദ്ദേഹത്തെ? എനിക്കറിയ പോലും ഇല്ല എന്ന് മത്തായി കൈ കഴുകി. അയാളെ കൊല്ലുന്നതിനെക്കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? അയാളെ കൊല്ലേണ്ടത് തന്നെയാണ്, സംശയമില്ല. അയാൾ രാജ്യദ്രോഹിയാണ്, അയാളെ കൊന്നേക്കണം എന്ന് ആര് പറഞ്ഞു? മത്തായി പറഞ്ഞു. ഈ ശിഷ്യനായ യൂദാസ് എന്ത് ചെയ്തു? ചെറിയ കാശ് കിട്ടിയപ്പം 30 വെള്ളിക്കാശ് കിട്ടിയപ്പം അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. ഇത് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള അവരുടെ ബൈബിളിൽ പറയുന്ന കഥ കേട്ടോ, അല്ലാണ്ട് നമ്മളാരും ഉണ്ടാക്കിയൊന്നുമല്ല. അങ്ങനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി കുരിശിൽ തറച്ച് കൊന്നു എന്നാണ് ഈ ക്രിസ്ത്യാനികൾ നമ്മളോട് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് മറ്റൊരു സംഭവമാണ് തിരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള. പ്രവാചകനെ കൂടെ വളരെ കുറഞ്ഞ ദിവസം ജീവിച്ചിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു, ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഈ ഹുബൈബ് റളിയല്ലാഹു അൻഹുവും കുറച്ച് പേരും കൂടി
മതപ്രചരണത്തിന് പോയി മറ്റൊരു നാട്ടിലേക്ക്. അവിടുന്ന് ശത്രുക്കൾ ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആരെ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ടോ അവിടുന്ന് ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹം അടിയെല്ലാം കൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത് എന്താണെന്നറിയോ? ഈ മർദ്ദിക്കുന്നതിൻ്റെ ഇടയിൽ മുഹമ്മദ് നബി അല്ല എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ മതി, ഇന്നയാൾ വിട്ടേക്കാം. അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇയാൾ കൊല്ലാൻ പോകാമെന്ന് എനിക്കെന്താ ആഗ്രഹം? മൂപ്പര് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ഒതു എടുത്ത് വന്നു. അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ ഇവർക്ക് ശത്രുക്കൾക്ക് ഭയങ്കര ബഹുമാനം തോന്നി ഇയാളോട്. അന്നേരം ഇവർ പറയുകയാണ്, ഖുബൈബെ, നിന്നെ ഞങ്ങൾ വിട്ടേക്കാം. ഒറ്റ കാര്യം, നിന്നെ ഞങ്ങളിതാ തൂക്കിക്കൊല്ലാൻ പോവുകയാണല്ലോ, കയറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദാണ് നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അത് നിനക്ക് ഇഷ്ടമാണ് നിന്നൊന്ന് പറയാം. നീ മുഹമ്മദിനെ കൊല്ലണമെന്ന് പറയണ്ട, മുഹമ്മദിനെ ഒറ്റിക്കൊടുക്കേണ്ട, ഒന്നും വേണ്ട. നീ ഒരൊറ്റ എന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് അത്രയും മടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. എന്ത്, നിനക്ക് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ കൊലക്കാരുണ്ടാക്കിന്. ഇതിൽ നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് നിൽക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? മക്കളെ, എൻ്റെ ഇപ്പം എന്നെ തൂക്കിക്കൊല്ലുന്നതിന് ബദലല്ല, എന്നെ നിങ്ങൾ 100 പ്രാവശ്യം കൊല്ലുകയാണെങ്കിലും ആ മുഹമ്മദ് നബിയുടെ കാലിലെ ഒരു മുള്ള് തറക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അത് തന്നെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്ത്യാനികൾക്ക് ഈ ഒറ്റിക്കൊടുക്കലും, അതുപോലെ തന്നെ ആവശ്യം വന്നാൽ നമ്മുടെ ഭാഷയിൽ മലയാളികൾ പറയാറുണ്ടല്ലോ, ഷൂ നക്കി കൊടുത്തു എന്നൊക്കെ, അതൊക്കെ കഴിയും. അതേസമയം മുസ്ലിങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് ഓരോന്നിനെക്കുറിച്ചും. അത് പ്രവാചകനോടുള്ള സ്നേഹം എന്തായിരിക്കണം, പരിശുദ്ധ ഖുർആനിൽ എന്തായിരിക്കണം, പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഈ കുറ്റങ്ങൾ കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ്, അതും പറഞ്ഞുതരാം. അത് പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റൂല. അധികം ആൾക്കാർക്കും ഖുർആൻ്റെ പരിഭാഷേൻ്റെ ഒരു 3-4 ആയത്തിൻ്റെ പരിഭാഷ നോക്കിയെടുത്തിട്ടാണ് ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിസാമിയുടെ ലൈല മജ്നു എന്ന നോവൽ വായിച്ചിട്ടുണ്ടാവും അധികം ആൾക്കാർ. അതായത് കൈസ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ലൈല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. വലിയ കൈസും അങ്ങനെ വലിയ സമ്പന്നനൊന്നുമല്ല. ഇവർ തിരിച്ചു ഇവള് കുടുംബവും അങ്ങനെ വലിയ സമ്പന്നത്തിയൊന്നുമല്ല. പക്ഷേ ഈ കൈസിന് എന്ത് ചെയ്തെന്നറിയോ? ലൈലയുടെ ഉപ്പ അവളെ കെട്ടിച്ചു കൊടുക്കൂല, കാരണം അവിടുത്തെ മന്ത്രിക്ക് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇവളെ തടഞ്ഞു വെച്ചപ്പോൾ ഇവനൊരു ഭ്രാന്തനെ പോലെ നാടൊട്ടുക്കും ഓടുകയാണ്. ആര്? ഈ മജ്നു എന്ന് വിളിക്കുന്ന കൈസ്. അങ്ങനെ നാടൊട്ടുക്കും ഓടിയ സമയത്ത് ഈ വിവരം രാജാവിൻ്റെ ചെവിയിലെത്തി. ഇങ്ങനെ ഒരു പെണ്ണുണ്ട് ലൈല എന്ന് പറയുന്നത്, അതുപോലെ കൈസ് എന്ന് പറയുന്നൊരു കാമുകനുണ്ട്. ആ പയ്യനാകെ ഭ്രാന്ത് പിടിച്ചിട്ട് ഓടുകയാണ്. അപ്പം രാജാവിന് ഇത് കേട്ടപ്പം ഭയങ്കര അതിശയം. രാജാവ് ചിന്തിക്കുന്നത് ഇത് ഭയങ്കര സുന്ദരിയായിരിക്കും, അല്ലെങ്കിൽ ആ പെണ്ണ് അതിന് മാത്രം അത്ഭുതമുണ്ടോ, ആ പെണ്ണിനെ എന്തായാലും ഓനൊന്നും ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ പട്ടാളക്കാർ പോയി ഈ മജ്നുവിനെ പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രാജാവ് നോക്കുമ്പോൾ അവനെ മുടിയിൽ ഇങ്ങനെ ആകെ ജട വെച്ചിന് ഭ്രാന്തൻ ചേഷ്ടകളുമായി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ പറയുന്നത് എന്താ? എനിക്കെൻ്റെ ലൈലയെ കാണണം. ലൈലാവ മാ ലൈല വലമ്മാറ മിസ്ലാഹ ബൈനസമാ വല്ലർലി ദാത്തു കാസി. എവിടെ എൻ്റെ ലൈല? അവളെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല, ആകാശത്തിൻ്റെ ചോട്ടിലുമില്ല, ഭൂമിക്ക് മേലെയുമില്ല എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവ് പറഞ്ഞു, മന്ത്രിനെ വിളിച്ചിട്ട് ആരെ മോളായാലും വേണ്ടില്ല, എനിക്കൊന്ന് ആ കുട്ടീനെ എൻ്റെ അടുത്തൊന്ന് കൊണ്ടുവന്നിട്ട് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാജാവിൻ്റെ ഓർഡറാണല്ലോ.
ഈ പെണ്ണിൻ്റെ ഉപ്പ ഓളയും കൂട്ടിയിട്ട് രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് നോക്കാൻ കണ്ട കാഴ്ച എന്താ? ഒരു മെലിഞ്ഞുണങ്ങിയ സാധാരണ ഇരുനിറായിട്ടുള്ള, വെളുപ്പ് പോലും അല്ല, സാധാരണ ഇരുനിറായിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു പെണ്ണ്. ഹൗ! രാജാവ് ചിന്തിച്ചു, ഇതെന്താ ഇപ്പോൾ ഇവളെ പറ്റിയിട്ടാണോ ഈ ചങ്ങായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകാശത്തിൻ്റെ ചോട്ടിലുമില്ല ഭൂമിക്ക് മേലും ഇല്ലാന്ന്? ഇവർക്ക് എന്ത് ഭ്രാന്താന്ന്? എന്തായാലും നിങ്ങൾ കുട്ടീനെയും കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാജാവ് എന്ത് ചെയ്ത് ഈ കൈസിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് ഈ ലൈല ഭൂലോക സുന്ദരിയാണ്, ഓളെ പോലെ വേറൊരു പെണ്ണൊന്നുമില്ല എന്നല്ലേ നീ പറഞ്ഞത്? അതെ, ഞാൻ അവളെ കണ്ടു. നീ എന്തെന്നാടാ പറയുന്നത്? ഇവിടെ കൊട്ടാരത്തിലെ വേലക്കാരിയൊക്കെ വരെ അതിനെക്കാട്ടി സൗന്ദര്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരുത്തിനെ കെട്ടിച്ചേരാം. അപ്പോൾ ഈ പറയപ്പെട്ട കൈസ് എന്ന് പറയുന്ന ഭ്രാന്തൻ മജ്നു രാജാവിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കണ്ട കണ്ണുകൊണ്ടല്ല ഈ കൈസ് ലൈലയെ കാണുന്നത്. നിങ്ങൾ ഈ കൈസിൻ്റെ കണ്ണുകൊണ്ട് ലൈലയെ നോക്കൂ. അങ്ങനെ നോക്കിയാൽ ലോകത്തുള്ള ഏറ്റവും സുന്ദരിയായിട്ട് നിങ്ങൾക്ക് എൻ്റെ ലൈലയെ കാണാൻ പറ്റും. നിങ്ങളിപ്പം കാണുന്ന ലോക്കൽ രാജാവിൻ്റെ കണ്ണുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കൊരു സാധാരണ പെണ്ണായിട്ടേ അവളെ തോന്നുകയുള്ളൂ. ഇത് തന്നെയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതവും മറ്റുള്ളവർ നോക്കി കാണുമ്പോഴുള്ള കുഴപ്പവും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രക്തത്തിൽ അലിഞ്ഞുപോയി, രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയി. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അവരെ മനസ്സിൽ ഈമാൻ അങ്ങ് ഇഷ്ടപ്പെടുത്തി കളഞ്ഞു, കുടിപ്പിച്ച് കളഞ്ഞു. വ കറഹ അലൈക്കുമുൽ കുഫുറ, അവർക്ക് കുഫുറിനെ വെറുപ്പിച്ച് കളഞ്ഞു. വൽ ഫുസൂക്ക, തെമ്മാടിത്തരത്തെയും. എന്നിട്ട് പറഞ്ഞു, അതാണ് വിശ്വാസികൾ. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനെ സ്വീകരിച്ച് ജീവിച്ചപ്പോൾ അവരെ അള്ളാഹു എന്ത് ചെയ്ത് ദീനിനെ അങ്ങ് ഇഷ്ടപ്പെടുത്തി കുഫറിനെയും ഫുസൂക്കിനെയും തെമ്മാടിത്തരത്തിനെല്ലാം അങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. അതാണ് ഉലായിക ഹുമുർ റാഷിദൂൻ എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ അവസാനം. അവരാണ് വിവേകമുള്ളവർ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഇസ്രായേലും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിലുള്ള ഭയങ്കര ഒരു നേതാവ് ഇതിനെപ്പറ്റിയിട്ട് യുദ്ധത്തിനെ പറ്റി കേട്ടറിഞ്ഞപ്പോൾ ഇയാളങ്ങ് സെർച്ച് ചെയ്തു, എന്തായി മുസ്ലിങ്ങളെ തെമ്മാടിത്തരത്തിനെ പറ്റിയിട്ട്. അയാൾ ഗൂഗിളിൽ നോക്കി കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കി. അയാൾ ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നു. എത്ര ആളുകൾ. പക്ഷേ ഇസ്ലാമിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിലപാട് വിടാൻ കഴിയില്ല. അതിലും ഭേദം മരണമാണെന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു. അതും ഇപ്പോൾ ഫലസ്തീനിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇത്രയും ഈ നോമ്പ് കഴിഞ്ഞു, പച്ച വെള്ളമില്ല, കുടിക്കാൻ കൊടുക്കുന്നില്ല. എന്നാൽ പിന്നെ അവർക്കെല്ലാം ഞങ്ങളൊക്കെ ഈ ജൂതമതത്തിലേക്ക് വരാം എന്നും പറഞ്ഞ് അടിയറ വെച്ചുകൂടെ, മാപ്പ് പറഞ്ഞുകൂടെ അവരോട്? ചെയ്യാൻ മുസ്ലിമിന് കഴിയില്ല. എന്തുകൊണ്ട്? ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു നേർമാർഗം കൊടുത്ത് അനുഗ്രഹിച്ചവരാ മുസ്ലിങ്ങൾ. അതിനെ തോൽപ്പിക്കാൻ ഇവിടെ ലോകത്ത് ഇന്നേ വരെ ഈ ഫിർഔനും ഹാമാനും നമ്രൂദും അബൂജാഹിലും ഉത്ബത്തും ഷൈബത്തും നരേന്ദ്രമോദിയും ബെന്യാമീനും എന്ന് തുടങ്ങി എല്ലാവരും ശ്രമിച്ചത് ഇതാണ്. ഇപ്പോഴും ഈ 2002 ഗുജറാത്തിൽ ഇങ്ങനെ ഒരു കൂട്ടക്കൊല നടത്തിയ ആളായിരുന്നു ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരു വംശഹത്യ. എന്നിട്ട് അതേ പ്രധാനമന്ത്രി പറയാണ് എന്ത് ഇപ്പം പറയുന്നത്, എന്താ പറയുന്നത്? ഈ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടി വരുന്നു. ഇതെങ്ങനെയാണ് ജനസംഖ്യ കൂടുന്നേ? നമ്മൾ ആലോചിച്ചാൽ മതി. അത് അള്ളാഹുവിൻ്റെ നിയമത്താണ്. അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് മാറ്റാൻ ഒരാളുടെ മുന്നിൽ പോയിട്ട് എന്തെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ, അല്ല അയാൾ കൊല്ലുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? കീഴടങ്ങൽ മുസ്ലിമിനില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്ന് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ചെഗുവേര പറഞ്ഞു. അത് ചെഗുവേരയുടെ മുദ്രാവാക്യമല്ല, മുസ്ലിമിൻ്റെ മുദ്രാവാക്യ.
നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഇതാണ്. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഈ ശത്രുക്കൾ പറയുന്നു, പ്രവാചകൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ വിട്ടേക്ക്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, മുഹമ്മദ് നബിക്ക് കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, നിൻ്റെ നാടും കുടുംബം എവിടെയോ നിൽക്കുകയാണ്, അപ്പം ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോവുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, വലസ്തു ഉബാലീന ഉക്തേലു മുസ്ലിമാ അലാ അയ്യി ശക്കിൻ കാന ലില്ലാഹി മസ്രഈ. അത് മുസ്ലിമിൻ്റെ ഒരു ജീവിത സന്ദേശ. എന്താ അദ്ദേഹം പറഞ്ഞത്? വലസ്തു ഉബാലിഹീന ഉക്തേലു മുസ്ലിമ, ഞാൻ എവിടെ വെച്ച് എപ്പോൾ മുസ്ലിമായി കൊല്ലപ്പെടുന്നു എന്നത് ഞാൻ വില വെക്കുന്നില്ല. അത് ഭൂമിയുടെ ഏത് ഭാഗത്താണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്നെ കൊന്ന ശേഷം നിങ്ങൾ തുണ്ടമാക്കിയിട്ടാൽ ആ മാംസ കഷ്ണങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അള്ളാഹു അത് വെച്ചുകൊണ്ട് എന്നെ പുനരുജ്ജീവിപ്പിച്ചോളും എന്നാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇതാണ് മുസ്ലിമിൻ്റെ മാതൃക. മറ്റേത് കോഴി കൂവുന്നതിൻ്റെ മുമ്പേ 3 പ്രാവശ്യം ഒറ്റിക്കൊടുത്തതാണ് ക്രിസ്ത്യാനിയുടെ മാതൃക. 30 വെള്ളിക്കാശിന് സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതാണ് ക്രിസ്ത്യാനിയുടെ മാതൃക. അതല്ല ഇസ്ലാമിൻ്റെ മാതൃക. അതുകൊണ്ടാണ് ചിലർക്ക് ഈ ഖുർആനും ഹദീസൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ പ്രയാസം ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് അംഗീകരിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.